ഞാൻ പോ എന്താ കയ്യില്? അതെ മൂച്ചിമാരാണ് അത് കുഴിച്ചിടാന്. അപ്പൊ ആർക്കാണ്? ഇമ്മ തന്നതാണിത്. മിക്കത്താറ് ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇമ്മ വന്ന് ഓരോ കുഴിച്ചിട്ട് കൊടുത്താളായിരുന്നു. അതിനെയും കൊണ്ടുപോയി അവിടുന്ന് ഉമ്മ പറിച്ചെന്നാ? ഇമ്മ വരേന്ന് തന്നതാടാ. കുഞ്ഞാപ്പോ അവിടുന്ന് പറിക്കണ ഞാൻ കണ്ടിക്കണ്. എന്റെ ഐഡിയ നിർത്ത്. കണ്ടിക്കണ്. അതൊക്കെ ഞാൻ കണ്ടിക്കണ് എപ്പോഴായാലും. ഞാനോടും പറയണ്ടട്ടാ. പെരേക്ക് വന്നു എന്നിട്ട് ഞാൻ മാങ്ങള കാലത്ത് ഉമ്മാടെ അറിയാം ഒട്ടുമാങ്ങൊക്കെ കൊറേ ഉണ്ടല്ലോ, എനിക്ക് ജി മുളച്ചിണ്ടെങ്കിൽ അതിന്റെ തജ്ജി തരണോന്ന്. അപ്പൊ ഉമ്മ പറഞ്ഞു ഉമ്മ ആണെങ്കിൽ കോട്ടക്കാരത്തി തന്നെയാണ്, അതിനെന്താ എനിക്ക് തരാന്ന് പറഞ്ഞു. ഉമ്മാക്ക് മനസ്സിലായിക്കൂടെ പിരാക്ക് തൊട്ടോളൂ നമ്മളെ പെരേത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഉമ്മാക്ക് അറിയില്ല. എന്നിട്ട് ഇപ്പം ഞാൻ ഉമ്മ അവിടെ പണിക്കാൻ നിന്ന്. അപ്പൊ നെമിസാത്ത അയക്കത്ര എല്ലാ ഇപ്പൊ മഴയൊക്കെ പെയ്തതല്ലേ, മുളച്ചുണ്ടാവൂലേ. അപ്പൊ ഉമ്മ അറിഞ്ഞ ആദ്യം ഉമ്മ പെട്ടെന്ന് അറിഞ്ഞു മുളച്ചിക്കണ് പറഞ്ഞു. പിന്നെ പറഞ്ഞ ഞാൻ നോക്കട്ടെ. അപ്പൊ പിന്നെ ഉമ്മ എന്നോട് പറയടാ കുഞ്ഞാപ്പോ നെമിസാത്ത ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും ഉമ്മ നിങ്ങൾ എന്ത് പണിയത് പിരാക്ക് കെട്ടൂല, നമ്മള് മൂച്ചൊക്കെ ഇനി കരിഞ്ഞു പോകൂലേ, നിങ്ങളല്ലേ നാളെ എന്നോട് പറഞ്ഞു തരണം. അപ്പൊ ഉമ്മ അറിയാം ആടാ അങ്ങനൊക്കെ ഉണ്ട്, എന്താ ചെയ്യാറ്. അപ്പൊ ഞാനും അവിടെ അടുത്തുള്ള പെരയിലൊക്കെ നോക്കി അവരോടൊന്ന് മൂച്ചിത്തായി കാണാനില്ല. ഇപ്പൊ മോനെ വരുമ്പോ ഇവിടെ തജ്ജുണ്ടല്ലോ, ഈ തജ്ജ് പറിച്ച് ഇതൊരു കണ്ടിട്ടില്ല. എന്നോട് പറഞ്ഞിട്ട് ആ വൈറ്റൊക്കെ നോക്കിക്കണ്ട് ഏതെങ്കിലും മൂച്ചിത്തായി കണ്ടിട്ടുണ്ടെങ്കിൽ പറിക്കുക, മൂച്ചിത്തായി പറിച്ചിട്ട് നെമിസാത്താക്ക് കൊടുത്താളെ ഇമ്മ തന്നതാന്ന് പ്രത്യേകം പറഞ്ഞാളെ, ഇമ്മ തന്നാട്ടെ ഇമ്മ തന്നാന്ന് 2-3 പ്രാവശ്യം പറഞ്ഞാളെ അറിഞ്ഞു. നെമിസാത്താക്ക് സന്തോഷാവൂലേ. എന്നിട്ട് അപ്പൊ ഞാൻ പറയുന്ന അങ്ങനെ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ബരോടൊക്കെ ജാജേട്ടനോടൊക്കെ പോയി ഓരോടൊന്നും മുച്ചിലായി ചേട്ടാ. അപ്പൊ ഞാൻ വെറുതെ വന്നു നോക്കിയതാണ്. അപ്പൊ അത്ര അരിയില് കിടക്കുന്നൊരു മുച്ചിലഞ്ചി മോനെ അവർക്ക് നല്ല സന്തോഷമാവോ. ഇത് ഒന്നല്ല നോക്ക്, രണ്ടൊന്നുണ്ടടാ, വേറെ ഒന്നും കൂടി ഉണ്ടായിരിക്കുമ്പോളേ അപ്പൊ രണ്ടൊന്ന് കൊടുക്കാലോ വെച്ചിട്ട് ഞാൻ വന്നതാണ്. അപ്പോഴല്ല എന്നെ കണ്ടത് പറഞ്ഞു ആടെ കുഞ്ഞപ്പോ ഒട്ടുമാവാന്ന് പറഞ്ഞിട്ട് കൊടുക്കല്ലേ. നല്ല ഐഡിയ എന്റെ. ഇതിപ്പോ അല്ല ഇത് തെരഞ്ഞെടുക്കായിരുന്നു. ഞാൻ അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞെടുക്കാൻ ഒന്നും കിട്ടില്ല. അപ്പോഴാണ് ഈ പൊന്തേരി കിടക്കുന്നത്. ശരി, അപ്പൊ അതാണ് എന്നെ അവിടെ നോക്കി കാണാത്തതല്ലേ. തന്നെ പറഞ്ഞിരിക്കണം അന്നോട് ഒരു കാര്യം പറയണ്ട 100 നോട്ടീസ് അടിക്കുന്നു. അത് എന്നോട് ഇജിന്റെ പെരേക്ക് വന്നില്ലേ നാളെ ഒരു ദിവസം. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞില്ലടാ വാവാ എന്നോടൊന്നും പറഞ്ഞെങ്കിൽ 100 നോട്ടീസ് അടിക്കുന്നു. അപ്പൊ ഇമ്മ എന്താ എന്നോട് പറഞ്ഞത്, ഓൻ പോയത്തക്കാരനാട്ടെ വാവാ, ഓൻ പറഞ്ഞൊന്നും കേക്കണ്ട. അപ്പൊ ഇജ്ജെന്താ പറഞ്ഞത് ഇമ്മാനോട്, എനിക്കറിയാം കുഞ്ഞാപ്പൂനെ നിങ്ങളൊന്നും പറയില്ലല്ലോ എന്ന് അല്ലേ ഇജ്ജെന്ന് പറഞ്ഞില്ലേ. എന്നാ എന്നെ മോനെ അമ്മ വെറുതെ പറയണു. ഇപ്പോൾ എന്നെ കുറ്റം പറിച്ചിട്ടുണ്ട് എന്റെ മുന്നിൽ നല്ലതും എന്നോട് പറിച്ചിട്ടാ മോശമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് ചായ ഒന്നും തരൂല. ഞാൻ അങ്ങനെ പറയാ കുഞ്ഞപ്പോ, ഞാൻ ഉള്ളതൊക്കെ എന്നോട് പറഞ്ഞോണ്ടാ ഞാൻ എന്നോട് പറഞ്ഞിട്ടാ. ഞാൻ വേറെ പ്രകാശനോടും പറഞ്ഞു, പ്രകാശനെ പറ്റിട്ട് പറഞ്ഞാ പറഞ്ഞു എനിക്കൊന്നും പോകില്ല മൂപ്പാളെ എന്നും ഇമ്മ വരുമ്പോ എപ്പോഴും ചോദിക്കത്രേ ഇന്ന് എവിടെയാണ് പണി. ഇമ്മ എന്നും നെവിശാത്താടക്ക് പോണ മൂപ്പാൾക്ക് അറിയുന്നല്ലേ, ഉമ്മാനെ കളിയാക്കി അത്രേ. ഉമ്മ ചോദിച്ചത്രേ എല്ലാ പ്രകാശ അനക്ക് എവിടെ പണി, എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല, എന്റെ ഭാര്യ ടീച്ചറാണ്. അംഗനവാടി ടീച്ചറൊന്നുമല്ലടാ, അവിടെ ചോറ് വെക്കാൻ പോവാണ് ഉമ്മ പറഞ്ഞു. എന്നിട്ട് അറിയുന്നത് ടീച്ചറാണ്, ടീച്ചർ ചോറൊന്നും വെക്കൂലല്ലോ. അപ്പൊ ഇന്നാളുമ്മ പോയപ്പോൾ അവിടെ ചോറ് വെക്കുന്നത് ഉമ്മാനെ കണ്ടപ്പോൾ പരങ്ങി അത്ര. അപ്പൊ അവിടെ പറയുന്നത് എന്താ വെച്ചാ ടീച്ചറാന്നാ പറഞ്ഞിരിക്കുന്നത്. അതേ പറഞ്ഞത് ഉമ്മ ഇനി പ്രകാശനൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പ്രകാശത്തിനെ പറഞ്ഞ ഞാൻ പ്രകാശത്തിനോട് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞിട്ടില്ല. ഉമ്മ ഇതൊക്കെ എന്നോട് പറഞ്ഞല്ലേ പറയോ മറ്റവരപ്പം നടക്കണ്ട ഇവരപ്പം നടക്കണ്ട, ചീത്ത ആവോളൂ, ചീത്ത കൂട്ടട്ടെന്ന് ഓരപ്പം നടക്കണ്ട. അന്നെ കണ്ടപ്പോ ഉമ്മ പറയാ നോക്കി കണ്ടില്ലേ ഈ വാവാന്റെ ഒക്കെ പോലത്തെ ആൾക്കാരെ പറ്റി നടന്നാ മതി. എന്നിട്ട് ഞാൻ തൊള്ള എന്താക്കി ഉമ്മ ഒറ്റ കാണാതെ ഒന്നും കൊണ്ടാണ്ട ഞാൻ അങ്ങനൊക്കെ പറയും. വാവാക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട. അതിന്റെ നല്ല ബുദ്ധി ഉണ്ടല്ലേ, അത് മനസ്സിലായി. മൂച്ചിത്തായി കൊണ്ടുകൊടുക്കാൻ പറഞ്ഞില്ല, അപ്പൊ തന്നെ മനസ്സിലാക്കണേ. അരക്കാനേ തേങ്ങല്ല ഭാര്യ എടുത്തു കൊടുക്കൂലേ സൂത്രം നിനക്ക് കിട്ടിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടണ അമ്മ കിട്ടിയാ പോരെ. എന്തായാലും കൊണ്ടു കിട്ടട്ടാ. അല്ല
അപ്പൊ ഇനിയിപ്പോ ഉമ്മ അവിടെ എന്താ കാട്ടണ്? ഇത് അവിടെ ഞാടെ പോയിരുന്നു, അവിടെ കാണാച്ചല്ലോ. കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിലേ ഓർക്ക് ചായ തരും. അപ്പൊ ഓർക്ക് സന്തോഷമാവും. കാരണം ഒന്നും വേറെ ഒന്നും കൂടിയാ കൊണ്ടെടുക്കുന്നത്. ഒരു സജ്ജ് മതി എന്നല്ലേ പറഞ്ഞത്, വേറെ സജ്ജ് കൂടി ഉണ്ട്. അപ്പൊ ചോന ചായം തരും. അതൊക്കെ സന്തോഷമാവും. ഇവിടുന്ന് പറിച്ചാന്നും പറഞ്ഞിട്ടാ. ഇവിടെ ഞാൻ പറിച്ചെന്ന് പറയില്ലടാ, എന്നോട് പറഞ്ഞവരെ. എന്നോട് പറഞ്ഞല്ല, ഞാൻ കണ്ടാണ്. എന്നാ ആയിക്കോട്ടെട്ടാ, നേരല്ലടാ വർത്താനം പറഞ്ഞിരിക്കാനേ നേരല്ല. എന്നാ കുഞ്ഞാപ്പോ കൊണ്ടുകൊടുത്താളാ, ഞാനും പോവാണ്.